നിങ്ങളിൽ പലർക്കും പ്രപഞ്ചത്തിൽ ഏലിയൻസ് ഉണ്ടെന്ന വിശ്വാസം ഉണ്ടാവില്ലേ? എന്നാൽ സ്വയമേ താൻ ഏലിയൻ ആണെന്ന് അടിയുറച്ച് വിശ്വാസമുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ആ വിശ്വാസത്തിന്റെ പുറത്ത് മനുഷ്യദേഹം ഉപേക്ഷിച്ചാൽ ഒരു സ്പേസ്ഷിപ്പിൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് കരുതിയ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. Do exactly as I say and you will not know death. ഒന്നോ രണ്ടോ അല്ല, 39 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ഒരു ഏലിയൻ കൾട്ട് ഉണ്ടായിരുന്നു. 39 to beam up. ഇതാണ് മാർഷൽ ഹെർഫ് ആപ്പിൾവൈറ്റ് ജൂനിയർ. മാർഷലിന്റെ അച്ഛൻ ഒരു പള്ളിയിലച്ഛനായിരുന്നു. ആൻഡ് ദേ വെയർ എ സ്ട്രിക്റ്റ് കൺസർവേറ്റീവ് റിലീജിയസ് ഫാമിലി. മാർഷലിന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എസ്പെഷ്യലി പിയാനോയും ഓർഗനും. പ്രോബബ്ലി ബിക്കോസ് മാർഷലിന്റെ അമ്മ പള്ളിയിൽ കൊയറിൽ പിയാനോ വായിക്കുമായിരുന്നു. ആൻഡ് മാർഷലും ചെറുപ്പം തൊട്ടേ അമ്മയോടൊപ്പം കൊയറിലുണ്ടായിരുന്നു. സോ ദേ വെയർ വെരി ആക്റ്റീവ് ഇൻ റിലീജിയസ് തിങ്സ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മാർഷൽ ഫിലോസഫിയിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം അച്ഛനെ പോലെ ഒരു പള്ളിയിലച്ഛനാവണമെന്ന് മാർഷൽ തീരുമാനിക്കുകയും റിലീജിയൻ ആൻഡ് തിയോളജി പഠിക്കാൻ ഒരു സെമിനാരിയിൽ ചേർന്നു. ആൻഡ് ഈ ഒരു സമയം കൊണ്ട് പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളും ഉണ്ടായിരുന്നേ. സെമിനാരിയിൽ ചേർന്ന് കുറച്ച് കഴിഞ്ഞതും മാർഷലിന് മ്യൂസിക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. സോ സെമിനാരി പഠിത്തം നിർത്തി മാർഷൽ നോർത്ത് കാരലൈനയിൽ താമസം മാറ്റി അവിടെ ഒരു പള്ളിയിൽ കൊയറിന്റെ മ്യൂസിക് ഡയറക്ടറായി ജോലി ആരംഭിച്ചു. ആൻഡ് എവറിത്തിങ് വാസ് ഗുഡ്. പക്ഷെ 1954 ആയപ്പോൾ 23-ാം വയസ്സിൽ മാർഷലിനെ ആർമിയിലേക്ക് വിളിച്ചു. അങ്ങനെ 2 വർഷം കുടുംബത്തോടൊപ്പം ആർമിയിലെ സേവനങ്ങൾക്കായി മാർഷൽ ഓസ്ട്രേലിയയിലും ന്യൂ മെക്സിക്കോയിലുമായിട്ട് കഴിഞ്ഞു. 56-ൽ ആർമിയിൽ നിന്ന് മാർഷലിനെ റിലീവ് ചെയ്യപ്പെട്ട ശേഷം കൊളറാഡോയിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറി അവിടെ നിന്ന് മ്യൂസിക്കൽ തിയേറ്ററിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് അലബാമയിൽ കോറസ് പഠിപ്പിക്കുന്ന മ്യൂസിക് പ്രൊഫസറായിട്ട് മാർഷൽ ജോലി ആരംഭിച്ചു. അപ്പോഴും കുടുംബം കൂടെ ഉണ്ടേ. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് മാർഷലിന് ഒരു അവിഹിത ബന്ധം ഉണ്ടായി. ആൻഡ് ആ വ്യക്തി മാർഷൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഒരു മെയിൽ വിദ്യാർത്ഥി. സെക്ഷുവാലിറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബട്ട് മോറലി 60കളിൽ ഇത് തെറ്റായിരുന്നു. ഈ അഫയർ പുറത്തറിഞ്ഞതും മാർഷലിന്റെ ജോലി പോയി, ഭാര്യ ഒറ്റയ്ക്കല്ല പോയത്, പിള്ളേരെയും കൊണ്ടുപോയി. ആൻഡ് മാർഷൽ തിരിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലെത്തി. ഭാര്യയും പിള്ളേരെയും കൂടെ ഇല്ലാത്തതിൻ്റെ കാര്യമൊക്കെ സാവധാനം വീട്ടുകാരോട് പറഞ്ഞു. ഒരു റിലീജിയസ് കൺസർവേറ്റീവ് ഫാമിലി എന്ത് പ്രതികരണമാണോ കൊടുക്കുക അത് തന്നെയാണ് മാർഷലിന് കിട്ടിയത്. അതുവരെ അച്ഛനുമായി ഉണ്ടായിരുന്ന നല്ലൊരു സൗഹൃദപരമായ ബന്ധം മാർഷലിന് നഷ്ടപ്പെട്ടു. ബട്ട് ഡിസ്പൈറ്റ് ഓൾ ദിസ്, അവിടെ തന്നെ ഒരു പ്രൈവറ്റ് കാത്തലിക് കോളേജിൽ വീണ്ടും മ്യൂസിക് പ്രൊഫസറായിട്ട് ജോലി കിട്ടി. ബട്ട് അഗൈൻ അവിടെ വെച്ചിട്ടും ഒരു മെയിൽ വിദ്യാർത്ഥിയായി മാർഷൽ അഫയറിലായി. അത് പിടിക്കപ്പെട്ടു. നിർബന്ധിതമായി ജോലി രാജിവെക്കേണ്ടിയും വന്നു. ഈ ഒരു പോയിന്റൊക്കെ ആയപ്പോഴത്തേക്ക് മാർഷൽ ശരിക്കും മടുത്തു. തൻ്റെ സെക്ഷുവാലിറ്റി, തൻ്റെ ആഗ്രഹങ്ങൾ, കുടുംബജീവിതവും കരിയറും ഒക്കെ നശിപ്പിച്ചു എന്ന ചിന്ത മാർഷലിനെ ശരിക്കും ഡിപ്രസ്ഡ് ആക്കി. മാർഷൽ സ്വയമേ തന്നെ സൈക്യാട്രിക് തെറപ്പി എടുക്കാനായി പോയി. ഈ സമയത്ത് സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ വെച്ച് മാർഷൽ 45 വയസ്സുകാരിയായ ബോണി ലൂ നെറ്റൽസിനെ പരിചയപ്പെടുന്നു. ഇവർ 2 പേരും പരിചയപ്പെട്ട പാടെ ദേ ജസ്റ്റ് ക്ലിക്ഡ്. അതിനൊരു പ്രധാന കാരണം ബോണിയും മാർഷലിനെ പോലെ ഒരു റിലീജിയസ് ഫാമിലിയിൽ ആ വിശ്വാസങ്ങളിലാണ് വളർന്നത്. അതുകൂടാതെ ബോണിക്ക് തിയോളജിയിലും ഫിക്ഷനിലും ആസ്ട്രോളജിയിലും പ്രോഫസികളിലും വിശ്വാസം ഉണ്ടായിരുന്നു. മാർഷലിനെ കാണുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാവി പറയുന്ന ആൾ ബോണിയോട് മാർഷലിനെ പോലെ കാണാൻ രൂപസാദൃശ്യമുള്ള ഒരാൾ ജീവിതത്തിലേക്ക് വരുമെന്നും ബോണിയും ആ വ്യക്തിയും ചേർന്ന് ഒരുമിച്ച് ഒരുപാട് പവർഫുൾ കാര്യങ്ങൾ ചെയ്യുമെന്നും ഒക്കെ പൊക്കി പറഞ്ഞിരുന്നു. സോ ബോണി ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെയായി സാധാരണ ഒരു കുടുംബജീവിതത്തിലായിരുന്നെങ്കിലും ഷീ സോർട്ട് ഓഫ് വെയിറ്റഡ് ഈ ഭാവി പറയുന്ന ആൾ പറഞ്ഞതുപോലത്തെ ഒരാളെ കണ്ടുമുട്ടാനായിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ആണ് മാർഷലിനെ ഈ സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നത്. മാർഷൽ എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള, അതിലറിവുള്ള, തിയോളജി പഠിച്ച, ആർമിയിലുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന വ്യക്തിയും കൂടിയാണ്. സോ ബോണി അങ്ങോട്ടേക്ക് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ദേ ബിക്കേം റിയലി ഗുഡ് ഫ്രണ്ട്സ്. ആൻഡ് ബോണിയുടെ ഇൻഫ്ലുവൻസിൽ തെറപ്പിക്ക് വന്ന മാർഷൽ കൂടുതൽ ബോണിയുടെ വിശ്വാസങ്ങളിലേക്ക് ആകാൻ തുടങ്ങി. ഓർക്കണം, മാർഷൽ ഓൾറെഡി വൾണറബിൾ ആയിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ
ഫുൾ മാർഷലിൻ്റെ കയ്യിൽ നിന്ന് പോയി. ആൻഡ് ആക്ച്വലി ഇവർ തമ്മിൽ സെക്ഷൽ അട്രാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഐഡിയോളജീസും വിശ്വാസങ്ങളിലുമായിരുന്നു സമാനതകൾ. ക്രിസ്ത്യാനിറ്റിയിൽ സയൻസ് ഫിക്ഷൻ കലർത്തിയതായിരുന്നു ഇവരുടെ വിശ്വാസങ്ങൾ. കാരണം ഇവർ രണ്ടുപേരും വളർന്നത് ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ചിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന വിശ്വാസങ്ങൾ ഷെയർ ചെയ്തു. അവർക്കറിയാവുന്ന പല ബുക്കുകൾ വായിച്ചു. ആൻഡ് അതിൽ നിന്ന് അവർ സ്വയം ഒരു തിയറി കണ്ടെത്തി അതിൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. വിശ്വാസം എന്തായിരുന്നു എന്ന് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ചിലപ്പോൾ റിലീജിയസ് ആയിട്ട് നോക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റുകളുണ്ടാവാം. എനിക്ക് റിലീജിയനിൽ വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. സോ പ്ലീസ് ഫോർഗിവ് മീ തെറ്റുണ്ടെങ്കിൽ. പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് ബുക്ക് ഓഫ് റെവലേഷൻ. ഇതിൽ 11ാമത്തെ ചാപ്റ്ററിൽ 2 സാക്ഷികളെ പറ്റി പറയുന്നുണ്ട്. 3.5 വർഷം പ്രിസൈസ്ലി 1260 ദിവസം ഭൂമിയിലെ മനുഷ്യരെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന 2 പേരാണ് ഈ സാക്ഷികൾ. ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മനുഷ്യരെ ചേർക്കുക, ഇതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇനി അങ്ങനെ ചേരാത്ത ദുഷ്ടന്മാരെ ശിക്ഷിക്കാനായിട്ടുള്ള പവറും ദൈവം ഇവർക്ക് കൊടുത്തിട്ടുണ്ടത്രേ. കുടിവെള്ളത്തിനെ ചോരയാക്കുക, അവർക്ക് ശിക്ഷിക്കാൻ തോന്നുമ്പോൾ ഭൂമിയിൽ മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് അവരുടെ പവേഴ്സ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് 3.5 വർഷങ്ങൾക്ക് ശേഷം ഇവർ വധിക്കപ്പെടും. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പ്രോഫസി. പല ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലും ഇത് ഫിസിക്കലി 2 മനുഷ്യരാണെന്നും അതല്ല 2 ഗ്രൂപ്പുകളാണെന്നും അതുമല്ല വെറും കോൺസെപ്റ്റുകളാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ആൻഡ് ബോണി ആൻഡ് മാർഷൽ എന്ത് കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ആ 2 സാക്ഷികളെന്ന് ഇവർ സ്വയം അങ്ങ് വിശ്വസിച്ചു. പക്ഷേ ഇതിൽ അവർ കുറച്ച് ട്വിസ്റ്റുകൾ വരുത്തി. റിമെമ്പർ ഞാൻ പറഞ്ഞത് അവർക്ക് സയൻസ് ഫിക്ഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാര്യം. ആ ഒരു ഇൻഫ്ലുവൻസിൽ ബൈബിളിൽ പറയുന്ന പല പ്രോഫസികൾക്കും അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ടെന്ന് ഇവർ കരുതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയത് സ്പേസ് ഷിപ്പിലാണെന്നാണ് ഇവർ കരുതിയിരുന്നത്. ഇവർ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ പ്രോഫസി നടപ്പിലാക്കാൻ ആ വിറ്റ്നസ്സുകളായിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് സ്പേസ് ഷിപ്പിലായിരിക്കും ഇവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് കരുതിയിരുന്നു. ഇവർ ഈ പോകുന്ന സ്ഥലത്തിനെ വിളിച്ചിരുന്ന പേരാണ് നെക്സ്റ്റ് ലെവൽ. ഇവർ ഫോളോ ചെയ്തിരുന്ന കുറച്ച് ബുക്കുകൾ ഇതാണ്. ആൻഡ് ഐ തിങ്ക് ദേ ഓൺലി റെഡ് ദീസ് ബുക്സ്. വേറെയും പുസ്തകങ്ങൾ വായിച്ചിരുന്നെങ്കിൽ ടു ബി വെരി ഓണസ്റ്റ് കൾട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. സാധാരണ ഇഗ്നോറൻ്റായ വൾണറബിളായ ഒരാൾക്ക് ഒരു ടൈപ്പ് ഓഫ് വിവരം മാത്രം ഫീഡ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് അതിൽ അന്ധമായ വിശ്വാസം ഉണ്ടാവുന്നതും ആ വിശ്വാസത്തിൻ്റെ ഐഡിയോളജീസ് പ്രാക്ടിക്കലാക്കാൻ തുടങ്ങുന്നതും ഒരുമാതിരി ഒബ്സെഷൻ വരുന്നതും. ആൻഡ് ബോണിയുടെയും മാർഷലിൻ്റെയും തിയറിയിൽ ഏലിയൻസും റിലീജിയനും മിക്സ് ആയതുകൊണ്ട് പല ആൾക്കാർക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ഏലിയൻ, UFO, സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതുപോലത്തെ ഒരു അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. എന്തുകൊണ്ട് മിത്തോളജി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിക്കൂടാ, എന്തുകൊണ്ട് മിത്തോളജി പറയുന്ന കാര്യങ്ങളൊക്കെ ഏലിയൻ ആയിക്കൂടാ, ഏലിയൻസിൻ്റെ ടെക്നോളജി ആയിക്കൂടാ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ഓപ്പൺ മൈൻഡഡ് ആൾക്കാരായിട്ട് കണ്ടുവരുന്നൊരു സമൂഹമായിരുന്നു. സോ ബോണിയും മാർഷലും പറയുന്ന കാര്യങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയ ആൾക്കാർ പറയുന്നതേ ഉള്ളൂ എന്ന് കരുതിയവരിൽ പലരും ഈ കൾട്ടിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഒരു പോയിന്റിൽ 200 പേരുണ്ടായിരുന്നു ഈ കൾട്ടിൽ. കൾട്ടിൽ ചേരുന്നവർ വീടുപേക്ഷിച്ച് ഇവരുടെ കൂടെ ആയിരിക്കണം താമസിക്കേണ്ടത്. ഇവർക്കുള്ള എല്ലാ സമ്പാദ്യങ്ങളും കൾട്ടിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം. ആൻഡ് കൾട്ടിന് കുറേ നിയമങ്ങളുണ്ടായിരുന്നു. ആൽക്കഹോൾ പാടില്ല, ഡ്രഗ്സ് പാടില്ല, സെക്സ് പാടില്ല, സെക്ഷുവൽ താല്പര്യങ്ങൾ പാടില്ല, ചിന്തകൾ പോലും ഉണ്ടാവാനായിട്ട് പാടില്ല. ബിക്കോസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ശരീരം മുഴുവനും പ്യുവർ ആയിരിക്കണം. മനുഷ്യരെ മനുഷ്യരാക്കുന്ന ഒരു ചിന്തകളും ഉണ്ടാവാനായിട്ട് പാടില്ല. സോ അതുകൊണ്ട് കൾട്ടിൽ ഈ വക കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. സീരിയസ്ലി ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈ കൾട്ടുകളുടെ സൈക്കോളജി. എല്ലാവർക്കും അവർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കാനായിരിക്കും ആഗ്രഹം. എപ്പോഴും എല്ലാവർക്കും അറ്റൻഷൻ വേണം. ആ അറ്റൻഷൻ നീഡി ആയിട്ടുള്ളവർക്ക് അതൊരു കൈത്താങ്ങായോ റെക്കഗ്നിഷനായോ കൾട്ടല്ല ആര് കൊടുത്താലും അവരത് വാങ്ങും. ഇവിടെ മേ ബി മാർഷൽ സൈക്യാട്രിക് രോഗിയായിരുന്നിരിക്കാം, മേ ബി ബോണിയും. ഷെയർഡ് സൈക്കോസിസ് എന്നൊരു റെയർ സൈക്യാട്രിക് കണ്ടീഷനുണ്ട്. 2 അതിൽ കൂടുതൽ വ്യക്തികൾക്കോ ഒരു ഡില്യൂഷണൽ ബിലീഫിൽ വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. മേ ബി ബോണി ആൻഡ് മാർഷൽ അങ്ങനെ ഷെയർഡ് സൈക്കോസിസിൻ്റെ ഇൻഫ്ലുവൻസിലായിരുന്നിരിക്കാം. ആൻഡ് റെക്കഗ്നിഷൻ കിട്ടാതെ വൾണറബിൾ ആയവർ കൾട്ടിൽ വന്ന് പെട്ടതായിരിക്കാം. 1970-കൾ തൊട്ട് 1997 വരെ ആക്റ്റീവായിരുന്നു ഈ കൾട്ട്. ആൻഡ് കൾട്ടിലുണ്ടായിരുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത് എപ്പോൾ ഈ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിനൊരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ളൊരു ഉത്തരം ബോണിക്കും മാർഷലിനും ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ
പല ആൾക്കാരും കൾട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് തുടങ്ങി. കൾട്ടിലെ നിയമങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, വീട്ടുകാരെ മിസ് ചെയ്ത ആൾക്കാർ, ഇതിനൊരു അർത്ഥമില്ല എന്ന് തോന്നിയ ആൾക്കാർ, അവരൊക്കെ കൾട്ടിൽ നിന്ന് പതിയെ പുറത്തോട്ട് പോയി. പക്ഷെ അതൊന്നും ബോണിനെയും മാർഷലിനെയും അഫക്റ്റ് ചെയ്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബോണിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ആദ്യമൊന്നും ഹോസ്പിറ്റലിൽ പോകാതെ ഇരുന്നെങ്കിലും പിന്നീട് ഒന്ന് പോയേക്കാം എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പം ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് അറിഞ്ഞു. ബോണി പക്ഷേ ഇത് വിശ്വസിക്കില്ലല്ലോ. ഒരു ചികിത്സയും സ്വീകരിച്ചില്ല. അങ്ങനെ 1985 ആയപ്പോഴത്തേക്കും രോഗവശലായി ബോണി മരിച്ചു. ആൻഡ് കൾട്ടിലുള്ള എല്ലാവരും കൺഫ്യൂസ്ഡായി, എസ്പെഷ്യലി മാർഷൽ. മാർഷലിൻ്റെ പാരൻസും ഫാമിലിയും കരിയറും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ആ സമയം തൊട്ട് ഇതുവരയ്ക്കും കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാളായിരുന്നു ബോണി. ബോണിയുടെ മരണം മാർഷലിനെ ശരിക്കും ഡെവസ്റ്റഡ് ആക്കി. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്ന് ഒരു ഐഡിയയും ഇല്ലാതെയായി. അങ്ങനെ കൾട്ടിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കുറച്ച് നാൾ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് മാർഷൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവരെല്ലാം തിരികെ വന്നപ്പോൾ മാർഷൽ പറഞ്ഞു, നമ്മൾ ഈ ഹ്യൂമൻ ബോഡിയിൽ ട്രാപ്പായ ഏലിയൻസ് ആകും. സോ നമ്മൾ സ്വയമേ റെഡിയായിട്ട് ഈ ഹ്യൂമൻ ബോഡി ഉപേക്ഷിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ബോണിയുടെ കൂടെ പോകാൻ പറ്റും. The kingdom of God, the kingdom of heaven. ബാക്കിയുള്ള 30ഓളം ആൾക്കാരെ മാർഷൽ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ദ ബിലീഫ് വാസ് ടു സ്ട്രോങ്. 25 വർഷത്തോളം ഈ കൾട്ടിൽ ഉണ്ടായിരുന്നവരാണ്. ഈ വിശ്വാസങ്ങൾ ആഴത്തിൽ ഉള്ളിൽ പതിഞ്ഞു പോയവരായിരുന്നു. മാർഷൽ പറഞ്ഞത് അവർ കണ്ണുടച്ച് വിശ്വസിച്ചു. ആൻഡ് ഈ ഒരു സമയം വരയ്ക്കും അവർ പബ്ലിസിറ്റി ഒന്നും അവരുടെ കൾട്ടിനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്വയമേ മനുഷ്യ ശരീരം ഉപേക്ഷിക്കാം എന്നൊരു ഓപ്ഷൻ അവർക്ക് മനസ്സിലായതിനു ശേഷം ഇവർ പബ്ലിക്ലി ആക്റ്റീവ് ആകാനായിട്ട് തുടങ്ങി. വെബ്സൈറ്റും വീഡിയോസും ഒക്കെ പുറത്തിറക്കാൻ തുടങ്ങി. ഇവരുടെ ഐഡിയോളജീസ് എന്താണ്, ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നത്, ആരാണിവർ എന്നൊക്കെയുള്ള രീതിയിൽ ഇവരുടെ വിശ്വാസങ്ങളെല്ലാം ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും ഇവർക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം എപ്പോൾ ഇത് ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് 1995 അലൻ ഹെയിലും തോമസ് ബോബും ചേർന്ന് ഹെയിൽ ബോബ് കോമറ്റിനെ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് കോമറ്റുകളിൽ ഒന്നായിരുന്നു ഹെയിൽ ബോബ് കോമറ്റ്. നീണ്ട നീലയും വെള്ളയും കലർന്ന വാലുള്ള നേക്കഡ് ഐയിൽ കാണാൻ പറ്റുന്ന കോമറ്റായിരുന്നു അത്. 2 വർഷത്തോളം വിസിബിലിറ്റി ഉണ്ടായിരുന്ന ഈ കോമറ്റ് 1997 ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ എത്തിയിട്ട് പിന്നെ വിസിബിൾ ആവില്ല. പിന്നെ ഒരു 2000 വർഷം കഴിഞ്ഞേ ഇതുവരെ ഉള്ളൂ. ഇത് ആ സമയത്ത് വലിയൊരു വാർത്തയായിരുന്നു. ആൻഡ് മാർഷൽ ഇത് അറിഞ്ഞിട്ട് കൾട്ടിലെ ആൾക്കാരോട് പറഞ്ഞു, ഇതാണ് നെക്സ്റ്റ് ലെവലിൽ പോകാനുള്ള നമ്മുടെ അവസരം. മീഡിയ പറയുന്ന പോലെ ഈ പറയുന്ന ഹെയിൽ ബോബ് ഒരു കോമറ്റ് ഒന്നുമല്ല, ഇത് നമുക്ക് പോകാനുള്ള സ്പേസ് ഷിപ്പാണ്. നമ്മൾ റെഡി ആയിട്ട് ഈ ഹ്യൂമൻ ബോഡി ഉപേക്ഷിക്കുന്നു, നമ്മുടെ റിയൽ ഫോമിൽ ഏലിയൻ ആയിട്ട് സ്പേസ് ഷിപ്പിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ബോണിയുടെ അടുത്ത് പോകുന്നു. ആൻഡ് എല്ലാവരും വിശ്വസിച്ചു. എല്ലാവരും ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഓണസ്റ്റ്ലി ഇവരാരും മരണം എന്നുള്ള കോൺസെപ്റ്റേ അല്ല വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഇവർ നെക്സ്റ്റ് ലെവലിലേക്ക് ഏലിയൻ ആയിട്ട് പോവാണ്. 1996 ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സേവിങ്ങുകളെല്ലാം ചെലവിട്ട് ഇവരാദ്യം ഒരു മാൻഷൻ ലീസിനെടുത്തു. ഗുഡ് ബൈ വീഡിയോസ് തയ്യാറാക്കി. 39 to beam up. At the thought of going home. What is the meaning of life? Since I've been in the class, I've learned the answers to all of those. And couldn't be happier about what we're about to do. Happiest day of my life. കുറേ റെസ്റ്റോറൻറ്റ്സിൽ പോയി ഫുഡ് കഴിച്ചു. സൂയിലും അമ്യൂസ്മെൻറ്റ് പാർക്കിലും ഒക്കെ പോയി. വീട്ടിൽ പോകേണ്ടവരൊക്കെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വന്നു. മാർച്ച് 17, 1997 ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി ഒരേ സാധനം ഓർഡർ ചെയ്തു. എല്ലാ ആൾക്കാരും കഴിച്ചു. തിരിച്ച് മാൻഷനിലെത്തി. ആപ്പിൾ സോസിൽ ഫീനോബാർബിറ്റോൾ എന്ന സീഷോസിന് കൊടുക്കുന്ന ഒരു മരുന്ന് മിക്സാക്കി കുടിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. ആദ്യത്തെ ദിവസം 15 പേര് ഈ മരുന്ന് ആദ്യം കഴിച്ചു. ഇവരുടെ തലയിൽ കൂടി ഒരു പ്ലാസ്റ്റിക് ബാഗിനെ കെട്ടിവെച്ച് ഇവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു. ഈ മരുന്നിൻ്റെ എഫക്റ്റും പ്ലാസ്റ്റിക് ബാഗും കൂടെ ആയപ്പോൾ ശ്വാസം മുട്ടിയാണ് ഈ 15 പേര് ആദ്യം മരിച്ചത്. 15 പേര് മരിച്ചെന്ന് ഉറപ്പായപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ആൾക്കാർ ഇവരുടെ ബെഡും കൈകാലുകളെല്ലാം മടക്കി നേരെ വെച്ച് ഇവരുടെ മൃതശരീരത്തിന് പുറത്ത് പർപ്പിൾ നിറത്തിലുള്ള ഒരു തുണി കൊണ്ട് മൂടി. അടുത്ത ദിവസം ബാക്കി 15 പേര് ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം 9 പേരാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിൽ 6 പേര് ഇതേപോലെ ആദ്യം ചെയ്തു. 7-ാമതായിട്ട് മാർഷൽ അത് ചെയ്തു.
അവസാനമുണ്ടായിരുന്ന 2 പേര് ഒരുമിച്ച് ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു. ഇവരവസാനം ചെയ്തതുകൊണ്ട് ഇവരുടെ ശരീരത്ത് മാത്രം പർപ്പിൾ കളർ തുണി ഉണ്ടായിരുന്നില്ല. മാർച്ച് 25-ന് ഈ കൾട്ടിൽ മുൻപുണ്ടായിരുന്ന മെമ്പറിൻ്റെ വീട്ടിലേക്ക് ഒരു കത്തെത്തി. എന്താണ് സംഭവിച്ചത്, എവിടേക്കാണ് ഇവർ പോയത് എന്നെല്ലാം പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളൊരു കുറിപ്പ്. ഇത് സത്യമാണോ എന്നറിയാൻ ഇയാൾ ആ മാൻഷനിൽ പോയി നോക്കി, എല്ലാ ബോഡീസിനെയും കണ്ടു, പോലീസിനെ വിളിച്ചറിയിച്ചു. അങ്ങനെ ലോകം ഈ വിവരം പുറത്തറിഞ്ഞു. ഈ ഒരു ഇൻസിഡൻറ്റിൽ പ്രത്യേകിച്ച് അന്വേഷണം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. എല്ലാ ആൾക്കാരും വോളണ്ടറി ആയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതിന് ഇനഫ് പ്രൂഫ് ഇവർ പറയുന്ന ഗുഡ് ബൈ വീഡിയോസിലുണ്ട്. ആരും ഇവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ല. നീ അങ്ങനെ കരുതിയാൽ പോലും ആ ചെയ്യിച്ച ആൾ ഇപ്പോൾ ഇല്ല. സോ ഒരു വാർത്തയായിട്ട് പബ്ലിഷ് ചെയ്ത് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാം എന്നുള്ളതല്ലാതെ വേറൊരു ലീഗൽ ആക്ഷനും ഇതിലെടുക്കാനില്ല. ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു മാനിപ്പുലേറ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും ഇതുപോലത്തെ ഒരു കുരുക്കിൽ പെട്ടുപോവാം. ഐ തിങ്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വളരെ കുറച്ച് മാത്രം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ വൾണറബിലിറ്റീസ്, നമ്മുടെ ഭയങ്ങൾ, ട്രിഗറിങ് ഫാക്ടേഴ്സ്, ഇതൊക്കെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ അടുത്ത ആരെങ്കിലും ഇതുപോലെ അന്ധമായ വിശ്വാസത്തിൽ പെട്ടുപോയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഐ എം ക്യൂരിയസ് ടു നോ. ആൻഡ് ഐ ഗെസ് ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് ഹെവൻസ് ഗേറ്റ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വൺ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ കൈൻഡ്.